പ്രസാദുണ്ട്. ടി വി പ്രസാദ്, കണക്കിങ്ങനെയാണ്. PV അൻവറിന് പക്ഷേ പ്രതീക്ഷിച്ച വോട്ട് 75,000-ലധികം വോട്ടുകൾ നേടിക്കൊണ്ടുള്ള വിജയമാണ് PV അൻവർ പറഞ്ഞതെങ്കിൽ LDFന്റെ കണക്കനുസരിച്ച് PV അൻവറിന് കിട്ടുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് 5,000-ൽ പരം മാത്രമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കണക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണേണ്ടതല്ലേ? ഉറപ്പായും സുജിയ, ഇതിൽ CPIM-ന്റെ LDFന്റെ പ്രത്യേകിച്ച് CPIM-ന്റെ സംഘടനാ രീതി അനുസരിച്ച് അതാത് തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് ശേഷം അതാത് ബൂത്ത് സെക്രട്ടറിമാർ അതിന്റെ കണക്ക് തയ്യാറാക്കുന്നു. ആ കണക്ക് അതാത് ലോക്കൽ തെരഞ്ഞെടുപ്പ് പാർട്ടി കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നു. അവർ പഞ്ചായത്ത് തല കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നു. പിന്നീടാണ് മണ്ഡലം തല പാർട്ടി കമ്മിറ്റിയിലേക്ക് ഈ കണക്ക് പോവുകയും അങ്ങനെ ഏറ്റവും അവസാനം പാർട്ടിയുടെ കണക്കായി ഈ കണക്ക് മാറുകയും ചെയ്യുന്നത്. ബൂത്ത് സെക്രട്ടറിമാർ എന്ന് പറയുന്നത് സ്വാഭാവികമായും അവിടെ പ്രാദേശികമായ CPIM നേതാക്കളാണ്. ഓരോ വീടുമായും നേരിട്ട് ബന്ധമുള്ളവർ വോട്ട് ചെയ്ത ആളുകൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ സാധ്യത എന്ന് അവരുടെ ബന്ധപ്പെട്ട പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കണക്ക് തയ്യാറാക്കുന്നത്. സാധാരണഗതിയിൽ ഈ കണക്കിൽ നിന്ന് വലിയ വ്യത്യാസം റിസൾട്ടിൽ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ PV അൻവറിന് എത്രത്തോളം ആളുകൾ വോട്ട് ചെയ്യും എന്നത് സംബന്ധിച്ചുള്ള കണക്കുകൂട്ടൽ അത് ശരിയായിരുന്നോ എന്ന് 23-ന് ശേഷമേ നമുക്ക് അറിയാൻ കഴിയൂ. എന്തായാലും PV അൻവറിന് 5,120 വോട്ടുകൾ മാത്രമാണ് ആകെ CPIM-ന്റെ കണക്കിൽ വരുന്നത്. പക്ഷേ NDA സ്ഥാനാർത്ഥിക്ക് 8,335 ഉണ്ട്. നിലമ്പൂരിൽ നമുക്കറിയാവുന്നതുപോലെ നിലമ്പൂർ നഗരസഭയടക്കം 8 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. ഇതിൽ നിലമ്പൂർ നഗരസഭയടക്കം 4 തദ്ദേശ സ്ഥാപനങ്ങളിൽ M സ്വരാജ് മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് CPIM-ന്റെ കണക്ക്. അതേസമയം മറ്റ് 4 പഞ്ചായത്തുകളിൽ ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് LDFന്റെ കണക്ക്. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സുജിയ, അതിശക്തമായ പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും വൈകിട്ട് വരുന്ന കണക്ക് രാത്രിയോടുകൂടി CPIM ഏകോപിപ്പിക്കുന്നു. അത് LDFന്റെ കണക്കാക്കി, അത് CPM-ന്റെ കണക്കാക്കി അവർ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും നിലമ്പൂരിൽ ശക്തമായ മത്സരം നടന്നു എന്ന് കണക്കുകളിലൂടെ വ്യക്തമാണ്. അങ്ങനെയാണ് 1,638 വോട്ടിന് സ്വരാജ് ജയിക്കുമെന്ന കണക്കുകൂട്ടലിലേക്ക് വരുന്നത്. നേരത്തെ റോഷി പറഞ്ഞതുപോലെ 4 പഞ്ചായത്തുകളിലാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്. വഴിക്കടവ്, മുത്തേടം, അതുപോലെ ഇടക്കര, പിന്നെ ഒന്നുള്ളത് ചുങ്കത്തറ. ഈ 4 പഞ്ചായത്തുകളിലാണ്. LDF ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിലമ്പൂർ നഗരസഭയടക്കമുള്ള 4 പഞ്ചായത്തുകളിൽ അമരമ്പലം, കരുളായി, നിലമ്പൂർ നഗരസഭ, അതുപോലെ പോത്തുങ്കൽ പഞ്ചായത്ത്, 4 തദ്ദേശ സ്ഥാപനങ്ങളിൽ LDF-ഉം 4 തദ്ദേശ സ്ഥാപനങ്ങളിൽ UDF-ഉം ലീഡ് ചെയ്തു. അവസാനത്തെ കണക്കനുസരിച്ച് CPIM-ന്റെ കണക്കനുസരിച്ച് 1,638 വോട്ടുകൾക്ക് M സ്വരാജ് വിജയിക്കും എന്ന കണക്കാണ്. ഇതിനർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെക്കാൻ നെക്ക് പോരാട്ടമാണ്. ആര് ജയിക്കും എന്ന് കൃത്യമായ ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ എത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ റോഷി പറഞ്ഞതുപോലെ UDF-ന്റെ കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ന് രാവിലെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പങ്കുവയ്ക്കുന്നത് 5,000-നടുത്ത് ഭൂരിപക്ഷത്തിലെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും എന്നുള്ളതാണ്. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ വന്നതിന് ശേഷം UDF, LDF കണക്കുകൾ വെച്ച് നമുക്കിത് വിലയിരുത്തേണ്ടി വരും. എന്തായാലും LDF ആത്മവിശ്വാസത്തിലാണ്. 1,638 വോട്ടുകൾക്ക് വിജയിക്കുമെന്ന കണക്കാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. സുജയ. ടി വി പ്രസാദും ഒപ്പം R റോഷിപാലുമാണ് LDFന്റെ ക്യാമ്പിൽ നിന്നുള്ള കണക്കുകളുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.